അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ സന്തോഷ് പണ്ഡിറ്റിൻ്റെ ഈ മുഖവും വെച്ച് ഇവിടെ ആരും അക്സെപ്റ്റ് ചെയ്യില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. അതെന്നെ ബേബിച്ചിട്ട് ഒരുമാതിരി മറ്റടുത്ത് വർത്താനം പറയണ. എങ്കിലും ഒരു ഗെയിം കളിച്ചു നോക്കാം. സാർ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. വെളുത്തവരും കറുത്തവരും തമ്മിലുള്ള ആരാണ് സാർ ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ. അല്ല ഞാൻ എങ്ങനെ അതിലേക്ക് എത്തി എന്നുള്ളതിന് സാറിന് മറുപടി പറയുന്നത്. അതെ അതായത് ശരി. എനിക്ക് മനസ്സിലായി ഞാനൊരു സിനിമ എടുക്കാൻ വരുമ്പോൾ എന്ത് വേണം, ഇതിനെക്കുറിച്ചൊരു അഭിപ്രായം ജനങ്ങളെ കൊണ്ട് പറയിപ്പിച്ചേ പറ്റൂ. അതിനാണോ ഈ കോപ്രായങ്ങളെല്ലാം കാണിക്കുന്നത്? നാരായണിമംഗലം നാരായണൻ ആരാണെന്നാ നിന്റെ വിചാരം? അവൻ കലക്കാൻ പോണ കലക്ക് കണ്ടോ? സാർ അത് കോപ്രായം എന്നുള്ളത് ഇറ്റ് ഡിപ്പെൻസ്. അത് സാറിന് അങ്ങനെ തോന്നാം, വേറെ ആൾക്ക് അതോ എല്ലാവർക്കും അങ്ങനെയാണല്ലോ. നമ്മള് ഇവർ സന്തോഷിനെ കൗണ്ടർ ചെയ്യുന്ന ആൾക്കാർ മുഴുവൻ പറയുന്നു. സാർ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല, അങ്ങനെ പറയരുത്. ഇറ്റ് ഡിപ്പെൻസ്. അതിപ്പോ സാറിന്റെ സിനിമയിൽ സാറിന്റെ എല്ലാ സിനിമയും വിജയിച്ചിട്ടില്ലല്ലോ, കുറെ സിനിമകൾ പരാജയപ്പെട്ടു. അതിലെ നായകനും കോപ്രായം കളിച്ചുകൊണ്ടാണ് പടം പൊട്ടിയത്. സാർ ആ സിനിമയിൽ കല ഇല്ലാത്തതുകൊണ്ടാണ് അത് പരാജയപ്പെട്ടത്. അതിൽ സാർ ആത്മാർത്ഥ കാണിക്കത്തോണ്ടായിരുന്നു ആ സിനിമ പരാജയപ്പെട്ടത്. എന്റെ സിനിമ എന്തുകൊണ്ട് പരാജയപ്പെട്ടു? എന്റെ സിനിമ എന്ന് പറഞ്ഞാൽ എല്ലാം 100 ദിവസം ഓടിയിട്ടില്ല സാർ. ആകെ 2 സിനിമ ഹിറ്റ് ആയിട്ടുള്ളൂ, ബാക്കിയെല്ലാം പരാജയപ്പെട്ടാണ്. ഇല്ല, അതില് സന്തോഷിന്റെ കണക്ക് തെറ്റിയിരിക്കുന്നു. എന്റെ പരാജയല്ലേ? ആ പരാജയമാണ്. പക്ഷെ എന്റെ 5 പൈസ നഷ്ടം. ഇന്നിനി വയ്യ, നാളെ വന്നും ബാക്കി വാങ്ങിച്ചോളാം. ഞാൻ ആ സിനിമ എടുക്കുന്ന സമയത്തും എൻ്റെ ബജറ്റ് എന്ന് പറയുന്നത് 10,4 കോടിയായിരുന്നു. 10 കോടി എന്നുള്ള ബജറ്റിൽ പോയിട്ട് അത് 10,4 സാർ ഈ ബിസിനസ് ഒക്കെ ചിന്തിക്കും. നിന്നാണ് എന്നാ ഉള്ള പറയാല്ലേ, നീ പുലിയാണ് കേട്ടാ. വൻ പുലികൾ വന്ന് വാഴുന്ന കാട്ടിലൊരു നരിയെങ്കിലും ആവാതെ പറ്റില്ലല്ലോ അണ്ണാ. വിചാരിച്ച സാർ വെറും കല 24 മണിക്കൂർ കലയെ കുറിച്ച് മാത്രം. കലയുടെ കൂട്ടത്തില് നമ്മള് ബിസിനസ് ചിന്തിച്ചില്ലെങ്കിൽ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഫ്ലാഷ് ബാക്ക്. എനിക്ക് സിനിമയോട് അങ്ങനെ സാറ് പറയുന്ന പോലത്തെ ഒന്നുമില്ല. എനിക്ക് ഇതൊരു പക്ക ബിസിനസ്സാണ്. ഞാൻ സിനിമയെ ബിസിനസ്സായിട്ട് മാത്രമാണ് കാണുന്നത്. ആദ്യ സിനിമയുടെ പ്രതീക്ഷ നമുക്ക് 2 പേർക്കും നിലനിർത്താൻ പറ്റിയിട്ടില്ല. ഇല്ല, അതെന്താണെന്ന് വെച്ചാൽ ഞാൻ ചോദിക്കട്ടെ, സാർ സ്ഥിരമായിട്ട് ഒരേ പട്ടാളക്കഥ ചെയ്തു, ആളുകൾക്ക് വെറുത്തു, അങ്ങനെ പറയാൻ പറ്റും. വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. നീ മരിച്ചില്ലേ? ഇല്ലെന്നേ. ഹാപ്പി ബർത്ത്ഡേ. ഇത് നിന്റെ പുനർജന്മമാടാ.